ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾ കഴിഞ്ഞ എൻ്റെ സൂപ്സിൻ്റെ വീഡിയോകളെല്ലാം കണ്ടു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇനി ഒരു സൂപ്പ് കൂടെ കാണിച്ചിട്ട് ഞാൻ ഈ സൂപ്സിൻ്റെ സീരീസ് ഞാൻ നിർത്തുവാണ് തൽക്കാലം. അത് കഴിഞ്ഞിട്ട് ഞാൻ വേറെ എന്തെങ്കിലും ഡിഷസിലേക്ക് പോവുകയാണ്. ഞാൻ ഇന്ന് ലാസ്റ്റിൽ ഉണ്ടാക്കുന്നത് ക്രീം ഓഫ് വെജിറ്റബിൾ സൂപ്പാണ്. അതുകൂടെ കണ്ടിട്ട് നമുക്ക് വേറൊരു സീരീസിലേക്ക് പോവാം. തൽക്കാലം നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ക്രീം ഓഫ് വെജിറ്റബിൾ സൂപ്പാണ്. അതിന് ഞാൻ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഞാൻ കാണിച്ചിരിക്കുന്നത് നോക്കിക്കോളൂ. കുറച്ച് ഒണിയൻ, പൊട്ടാറ്റോസ്, കോളിഫ്ലവർ ആൻഡ് ക്യാരറ്റ്. എന്തെങ്കിലും നമ്മുടെ വീട്ടിലെ ഫ്രിഡ്ജിൽ അവൈലബിൾ ആണ്, ആ സാധനം വെച്ചിട്ടൊരു സൂപ്പ് ഉണ്ടാക്കുക. അതാണ് എൻ്റെ ബേസിക് തിയറി. ഓൾറൈറ്റ്. ഓക്കെ, പിന്നെ എൻ്റെ കയ്യിലുള്ളത് കുറച്ച് ചോപ്പ് ഒനിയനും ചോപ്പ് ഗാർലിക്കുമാണ്. പിന്നെ സോൾട്ട് ആൻഡ് പെപ്പർ. വേണമെങ്കിൽ കുറച്ച് സെലറിയും ലീക്സും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇൻഡക്ഷൻ ഓൺ ചെയ്യുന്നു, കുറച്ച് ഓയിൽ ഒഴിക്കുന്നു. ഓക്കെ, ഓയിൽ ഇനഫ് ടു സോട്ട് ദിസ് വെജിറ്റബിൾ. അതിലോട്ട് ഞാൻ ഒനിയൻ ആഡ് ചെയ്യുന്നു. കുറച്ച് ഗാർലിക് ആഡ് ചെയ്യുന്നു. അതൊന്ന് ജസ്റ്റ് ഒന്ന് ട്രാൻസ്പാരൻ്റ് ആകുമ്പോൾ ഒന്ന് സ്വെറ്റ് ആകുമ്പോഴേക്കും നമുക്ക് ഈ വെജിറ്റബിൾ ഒന്ന് ആഡ് ചെയ്യാം. സ്വെറ്റായി കഴിഞ്ഞു, ട്രാൻസ്പാരൻ്റായി ഒനിയൻ. ഞാൻ അതിലോട്ട് ഒനിയൻ ഇടുന്നു. ബേസിക്കലി എല്ലാം ഒന്ന് നന്നായിട്ട് സോട്ട് ആകട്ടെ. വെജിറ്റബിളൊക്കെ ഒന്ന് സോട്ട് ആയി കഴിഞ്ഞ് അതിലേക്ക് നമ്മൾ ഒരു 2 സ്പൂൺ ഫ്ലവർ ഇടുന്നു. ഫ്ലവർ ഇട്ടതിന് ശേഷം സൂപ്പിനൊരു ബൈൻഡിങ് തരുന്നത് ആ ഫ്ലവറാണ് കേട്ടോ. ഇനി നമുക്കതിലേക്ക് കുറച്ച് സോൾട്ട്, കുറച്ച് പെപ്പർ. അവിടെ ബേൺ സ്മെൽ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഫ്ലവറിൻ്റെ. അപ്പോഴേക്കും നമുക്ക് വാട്ടർ ആഡ് ചെയ്യാം. ഒരു 500 ml ഓഫ് വാട്ടർ. ദാറ്റ് വിൽ ബി ഇനഫ് ഫോർ ഗുഡ് 2 പോർഷൻ. ഇതാ നന്നായിട്ട് ബോയിലായി, വെജിറ്റബിളൊക്കെ നല്ല ബോയിലായതിനു ശേഷം ഇവനെ നമുക്ക് തണുപ്പിച്ചതിന് ശേഷം ഒന്ന് ബ്ലെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ തൽക്കാലം ഇതൊന്ന് ബോയിലാകട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത പ്രോസസ്സിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ സൂപ്പ് റെഡിയായി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതെന്താ ചെയ്യുന്നത് വെച്ചാൽ ഞാനിതിനെ ഒന്ന് കുറച്ച് നേരം തണുപ്പിക്കാനായിട്ട് വെച്ചു. എന്നുവെച്ചാൽ ചൂടോടുകൂടി മിക്സിയിൽ അടിക്കുമ്പം അത് മിക്സിക്ക് അത് ചിലപ്പോൾ അതിൻ്റെ ബുഷിനൊക്കെ കിടാൻ സാധ്യതകളുണ്ട്. ഇതൊന്ന് തണുപ്പിച്ചിട്ട് മിക്സിയിൽ അടിക്കുന്നതാണ് നല്ലത്. ഇതെന്തായാലും ഒന്ന് പേസ്റ്റ് ആക്കണം. അപ്പം ഞാനിതിനെ ഒന്ന് പേസ്റ്റാക്കി കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ സൂപ്പ് നല്ല സ്മൂത്തായിട്ട് നമ്മൾ പേസ്റ്റ് ആക്കിയായിരുന്നു. ഇതിനെ ഒന്നുകൂടി ഒന്ന് സീസണിങ്സ് എല്ലാം ചെക്ക് ചെയ്ത് നമുക്ക് ഒന്ന് ബോയിലായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് സെർവിങ് ബോളിലേക്ക് മാറ്റാം. നമുക്ക് കുറച്ച് ക്രീം കൂടെ ആഡ് ചെയ്ത് ഇവനെ നമുക്കൊന്ന് ഫിനിഷ് ചെയ്യാം. ഇപ്പം അതിൻ്റെ കളർ കണ്ടോ, നല്ല സ്മൂത്തായിട്ടുള്ള വെജിറ്റബിൾ സൂപ്പ് റെഡിയായി കഴിഞ്ഞു. നമ്മുടെ വെജിറ്റബിൾ സൂപ്പ് നന്നായിട്ട് ബോയിലായി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനെ ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നമുക്ക് കുറച്ച് ഗാർണിഷ് ഇടാം. ഗാർണിഷ് ഞാൻ ബോയിൽ ചെയ്ത സൂപ്പിലുള്ള ബോയിൽ ക്യാരറ്റ് കുറച്ചൊന്ന് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്കൊന്ന് ഇടാം. അപ്പോൾ നമ്മുടെ സൂപ്പ് റെഡിയായി കഴിഞ്ഞു. ക്രീം ഓഫ് വെജിറ്റബിൾ സൂപ്പ് റെഡിയായി. നല്ല യമ്മി സൂപ്പാണ്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തതിന് ശേഷം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക.